ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു കാൽപ്പാടു പിഞ്ചല്ല കൽപ്പിച്ച നായക നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പുത്രനെ വിശ്വസ്തയോട് അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരിക്കുന്നവളെ, നിന്റെ പ്രിയപുത്രനെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കുരിശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷി അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് കുരിശുമരണം വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളിലും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും ഭരണവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുൾക്കിരീടം ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ സ്ലിയാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം. ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേൾക്കാവോ? കേൾക്കാം ചേച്ചി, കേൾക്കാം. ആലപ്പുഴ ക്യാമറ ഓൺ ആവുന്നില്ല കേട്ടോ. ഓണായിരിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. ഓണാക്കി വെച്ചിരിക്കുക. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വന്നതെ കണ്ട് പറഞ്ഞർപ്പിക്കാനാവാത്ത ദുഃഖ സംഘടനകൾ അനുഭവിച്ചറിഞ്ഞ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശുയാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറിയോക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിനെ പുറകെ ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ചു. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അതരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാതരമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം. ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചുമിതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും എണ്ണിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം. ഈശോമിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു.
ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ മാമുദീസയ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടിട്ടുമില്ല. അവന് ക്ഷതമേൽക്കുമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീഹാമരത്തിൽ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായതുള്ളതെല്ലാം സമ്പൂർണമായി അങ്ങേക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പ് നീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗത്തായിൽ അവർ അവരെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് ശ്ലീഹാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. പ്രാർത്ഥിക്കാം. കാരുണ്യനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിൽ
അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ച് ദൈവേഷ്ട പ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്ലീവായിൽ നിന്ന് ഇറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശാനിദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറമേൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കം പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാൽകുത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെ ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെ തന്നെ നാമത്തിലാണ്. പാട്ട് പാടാം. പടാം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പോ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം
ധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ, മുന്തിരി ചാറൊരുക്കി വെച്ചു, എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. വനത്തിലോടാനയിച്ചു ഞാൻ, അന്നമായി വെൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോൾ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പുകാല ചിന്തയായ തീർത്ഥയാത്രയുടെ 40-ാം ദിനം, ഇന്നത്തെ സമാപന ദിനമാണ്. ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കാനായിട്ട് എത്തേണ്ടിയിരുന്നത് നമ്മുടെ രക്ഷാധികാരിയായ താമരശ്ശേരി താമരശ്ശേരി രൂപതാധ്യക്ഷനായ സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ മാർ റെമിജിയസ് പിതാവായിരുന്നു. പിതാവ് മണിമോളി എന്ന് പറയുന്ന ഇടവകയിൽ നിന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് വൈകിയാണ് അവിടെ നിന്ന് ഇറങ്ങാൻ സാധിച്ചത്. യാത്രയിലായതുകൊണ്ട് കയറാമെന്ന് പറഞ്ഞു. പക്ഷെ യാത്രയിലായതുകൊണ്ട് റേഞ്ചിന്റെ പ്രശ്നമുള്ളത് കയറാൻ സാധിച്ചില്ല. പകരം നമ്മളോട് ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ നമ്മളോട് വചനം പങ്കുവെക്കുന്നത് നമ്മുടെ ലിച്ചു അമ്മയപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛൻ നമ്മളോട് കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോ പട്ടുവത്താണ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മളോട് പങ്കുവയ്ക്കും. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഇന്ന് കൂട്ടായ്മയിൽ ക്ഷണിക്കാം. അച്ഛാ. ആസ്വദിയായിരിക്കട്ടെ. ഓക്കെ, കേൾക്കാം. ഇതൊരു വലിയ യാത്രയുടെ 40 ദിവസത്തെ നമ്മുടെ ഈ യാത്രയുടെ സമാപന ദിവസത്തില് വചനം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകിയതിനോട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഈ ഒരു ഹോളി വീക്കിലേക്ക് കടക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല വിശുദ്ധ വാരം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്. നമുക്കിന്നത്തെ ജീവിതത്തിനായിട്ട് കിട്ടിയിരിക്കുന്ന വചനം അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വലിയ ശക്തിയോടെ സാക്ഷി നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. പുനരുദ്ധാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്, അല്ലെങ്കിൽ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദുഃഖവെള്ളിയിലൂടെ കടന്നു പോകുന്നത്. ദുഃഖവെള്ളിയിൽ നിന്ന് ദുഃഖശനി ഓരോ ദൈവത്തിന്റെ വലിയ ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു മൗനമാണ് ദുഃഖശനി നമ്മൾ ധ്യാനിക്കുക. അതിനുശേഷം ഉദ്ധാനമുണ്ട് എന്നുള്ള വലിയ ബോധ്യം. ഈ ഉദ്ധാനമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഉദ്ധാനം ആണ്. അതുകൊണ്ട് ഉദ്ധാനമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഇല്ല. അതുകൊണ്ട് പൗലോസ് പറയാ, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ഞങ്ങളെ ഈ കറങ്ങി നടക്കുന്നതും ഞങ്ങളെ പ്രഘോഷിക്കുന്നതും ഞങ്ങളെ ത്യാഗം സഹിക്കുന്നതും പീഡനം ഏൽക്കുന്നതെല്ലാം ക്രിസ്തു ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. നമ്മൾ ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിക്കപ്പെടുന്നതും വെറുതെയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ശക്തിയോടെ നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ വളരെ നമുക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കുക, ഉദ്ധാന രഹസ്യത്തെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്ത വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വിശ്വാസികളുടെ മാതാവ്, വിശ്വാസികളുടെ പിതാവ് അബ്രാഹത്തെ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ വിശ്വാസികളുടെ മാതാവ് എന്നാണ് പറയുന്നത്. ഉദ്ധാനത്തെക്കുറിച്ച് ദൈവം ഈശോ തന്റെ പരസ്യജീവിത കാലത്ത് ശിഷ്യന്മാരോട് പല പ്രാവശ്യം തന്റെ ഉദ്ധാനത്തെക്കുറിച്ച്, തന്റെ പീഡാസഹനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവർക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അത്
തന്റെ തിരുകുമാരൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഈശോ പറഞ്ഞത്, അത് അതേപടി വിശ്വസിക്കുവാനായിട്ട്, ഉത്ഥാനത്തില് വിശ്വസിക്കുവാനായിട്ട്, ഉത്ഥാനമുണ്ടെന്ന് പൂർണ്ണ ബോധ്യത്തോടെ അതില് ഹോൾഡ് ചെയ്യുവാനായിട്ട്, അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് കുരിശിന്റെ കീഴെ നിൽക്കുമ്പോൾ പലരും കുരിശിന്റെ കീഴിൽ നിൽക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും നമ്മൾ കാണുന്നില്ല, സുവിശേഷത്തിൽ അത് കാണുന്നില്ല. അതുപോലെ തന്നെ ഈശോയുടെ മരണശേഷം, കബറടക്കത്തിന് ശേഷം പിറ്റേ ദിവസം മറ്റേ മറിയവും കല്ലറയിലേക്ക് ഓടുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ കല്ലറയിലേക്ക് പോകുന്നില്ല. കാരണം ഈശോ പറഞ്ഞ തന്റെ ഉത്ഥാനത്തെ കുറിച്ചുള്ള വചനത്തില് പരിശുദ്ധ അമ്മയ്ക്ക് ഉറച്ച ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് കല്ലറയിലോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ഉത്ഥാനമുണ്ട്, ഈശോ ഉദ്ധാനം ചെയ്തെങ്കിൽ നമ്മൾക്കും ഉദ്ധാനമുണ്ട് എന്നുള്ള ആ വലിയ വചനം നമ്മുടെ ജീവിതത്തില് പ്രത്യാശ നൽകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തില് വേദനകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, ദുരിതങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഉദ്ധാനമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തന്റെ ഉദ്ധാന ശേഷം താൻ പ്രത്യക്ഷപ്പെട്ടിട്ടും തന്നെ വിശ്വസിക്കാതിരുന്ന തോമസിനോട് പറയുന്നുണ്ട്, നീ കണ്ടതുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയും. അപ്പോൾ കാണാതെ നമ്മുടെ ജീവിതത്തില് ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കാനായിട്ട്, ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഉദ്ധാനം ചെയ്തു തന്നെ തെളിവൊന്നുമില്ല. തെളിവ് എന്ന് പറയാൻ ഉദ്ധാനം ചെയ്ത് ആരും കാണുന്നില്ല. എന്നാൽ ശൂന്യമായ കല്ലറയാണ് ഉദ്ധാനത്തിന്റെ തെളിവ്. അതിനുശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഈശോ കൊടുക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ്, അവരുടെ സാക്ഷ്യമാണ് നമുക്ക് ഉദ്ധാനത്തിലുള്ള നമുക്ക് തെളിവ്. നമ്മുടെ ജീവിതത്തില് ഈശോന്റെ വചനത്തില് ഞാൻ പീഡകളേൽക്കും, പീഡിപ്പിക്കപ്പെടും, കുരിശിൽ മരിക്കപ്പെടും, കുരിശിൽ തറക്കപ്പെടും, അവഹേളിക്കപ്പെടും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഉദ്ധാനം ചെയ്യും എന്നുള്ള ഈശോയുടെ വചനത്തില് പ്രത്യാശ വെച്ചാൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് ഈശോ നൽകുന്ന പൂർണ്ണമായ വാഗ്ദാനം, അല്ലെങ്കിൽ വ്യക്തമായി നൽകുന്ന വാഗ്ദാനം, അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുന്നുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനിയുടെ മുമ്പിൽ നമുക്ക് 100% 100% ഉറപ്പുള്ള ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, പീഡിപ്പിക്കപ്പെടും എന്നുള്ള ബോധ്യമാണ്. കാരണം നമ്മൾ പ്രഘോഷിക്കുന്നത് സത്യദൈവത്തെയാണ്. സത്യദൈവത്തെ പ്രഘോഷിക്കുമ്പോൾ, സത്യദൈവത്തിന് നിലകൊള്ളുമ്പോൾ അതിന് പിന്നില് നമ്മൾ നിലകൊള്ളുന്നത് ഈ ലോകത്തിനും, ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും, ലോകത്തിന്റെ രീതികൾക്കും, ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾക്കും, ലോകത്തിൻ്റെതായ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും എതിരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് സർവ ജനങ്ങളും ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നത്. കാരണം ക്രിസ്തു സകല ഫിലോസഫിയെയും, ലോകത്തിലുള്ള സകല ഫിലോസഫിയെയും, ദൈവം എന്ന കാഴ്ചപ്പാടിനെയും, ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെയും എല്ലാം വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്തു. കാരണം വേറെ ഒരു പ്രത്യാശാസ്ത്രത്തിലും, അല്ലെങ്കിൽ വേറെ ഒരു ദൈവസങ്കല്പത്തിലും ദൈവം മരിക്കുന്നില്ല, ദൈവം ക്രൂശിക്കപ്പെടുന്നില്ല. ദൈവം തന്റെ ശത്രുക്കളെ എല്ലാം ടിഷു വെടിച്ച് നശിപ്പിക്കുന്നതാണ് കാണും. എന്നാൽ ദൈവം, ഈശോ നമുക്ക് വേണ്ടി മരിക്കുന്നത് ഈശോയുടെ ബലഹീനതയല്ല, ഈശോയുടെ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ബലഹീനത നമ്മുടെ ശക്തിയെക്കാളും ബലമുള്ളതാണെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. അപ്പൊ ഈശോയുടെ ഉദ്ധാനത്തിൽ നാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില്, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിന്റെ ഉദ്ധാനം എന്നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ തെളിവ്. ഈ വിശ്വാസമില്ലാത്തവൻ, ഈ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലാതായിട്ട് മാറും. മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്ന വെറും സാധാരണ മനുഷ്യരായിട്ട് നമ്മൾ മാറും. അപ്പോൾ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളില്, ദുരിതങ്ങളില്, മുന്നോട്ടുള്ള ജീവിതത്തില് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളില്, ക്രിസ്തുവിന് സാക്ഷി നൽകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളില്, അവന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളിൽ നഷ്ടതയിലാകാതെ ക്രിസ്തുവാണ് എൻ്റെ ലക്ഷ്യമെന്ന്, ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലാണ് എനിക്ക് ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടല്ലോ, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം എനിക്ക് തളിരിടുന്ന കാലങ്ങളുണ്ട്. എന്റെ ഇന്നത്തെ കഷ്ടപ്പാടിന് ശേഷം നാളെ എനിക്കൊരു പ്രത്യാശ നൽകുന്ന ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനായിട്ട്, ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഉദ്ധാന ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ചേർന്ന് യോജിച്ചതായിട്ട് മാറുന്നത്.
അപ്പോൾ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് സാക്ഷി നൽകിയവരാണ് സ്ത്രീകന്മാര്. അവര് യേശുവിടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തി നൽകി, സാക്ഷ്യമായിട്ട് നൽകി. അവർക്ക് ആദ്യം അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. 3 വർഷം തന്റെ കൂടെ ഈശോ അവരെ കൂട്ടി നടത്തി, അവരോട് ഈശോയുടെ ദൈവത്വത്തെയും ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ കഴിവിനെയും ദൈവത്തിന്റെ ബലത്തെയും എല്ലാം ഈശോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും, ഈശോ അവരോട് പറഞ്ഞു കൊടുത്തിട്ടും, ഈശോയുടെ രൂപാന്തരീകരണ സമയത്തിൽ ഈശോയുടെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഈശോ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടും ഈശോ അവരെ വീണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്റെ പുനരുദ്ധാനത്തിന് ഉദ്ധാനത്തിന് ശേഷം വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിബേരിയസ് കടൽ തീരത്ത് വീണ്ടും അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് പ്രാതലൊരുക്കി അവർക്ക് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈശോ അവരെ ചേർത്ത് പിടിച്ച് ഉദ്ധാന രഹസ്യം അവരെ ഉറപ്പിക്കുകയാണ്. അവസാനം പരിശുദ്ധാത്മാവിന് നൽകി അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. നമ്മളെയും ദൈവം അങ്ങനെ ഒരുക്കിയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനെ കുറിച്ചാണ് അവർക്ക് മനസ്സിലാകാതിരുന്നത്? അതിനെ ഊർജ്ജസ്വലം, ശക്തിയുക്തം, ആരെ ഭയപ്പെട്ടാണ് അവരിരുന്നത്? അവരുടെ മുന്നിൽ ശക്തിയുക്തം ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും അത് അനേകരിലേക്ക് അത് തുളച്ചു കയറുന്ന അസ്ത്രം പോലെ ഹൃദയങ്ങളെ, മാംസപേശികളെ, ചിന്തകളെ, പ്രത്യയശാസ്ത്രങ്ങളെ എല്ലാം തുളച്ചു കയറുന്ന വലിയ ശക്തിയുള്ള ഒരു ആയുധം പോലെ അനേകരുടെ ചിന്തകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഈ ഉദ്ധാന രഹസ്യം തുളച്ചു കയറത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്ത്രീഹന്മാരുടെ പ്രഘോഷണത്തിലും ജീവിതത്തിലും ജീവിത സാക്ഷ്യത്തിലും എല്ലാം ദൈവം കൃപയായിട്ട് നൽകിയാണ്. നമ്മളും ഈ ഉദ്ധാനത്തിൽ, ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ, ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ ഈ ഉദ്ധാന രഹസ്യത്തിലൂടെ, അഭിഷേകത്തിലൂടെ, ഈ ഉദ്ധാന അഭിഷേകത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ, വിശ്വസിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. അപ്പോസ്തലന്മാരെ പോലെ ഈശോയുടെ ഉദ്ധാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ വേദനകളായിക്കോട്ടെ, വലിയ വേദനകളായിക്കോട്ടെ, നമ്മൾ ഈ ലോകത്തിൽ തീരാനുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ പങ്കുചേരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇവിടുത്തെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല, ഇതൊരു സത്രം മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയോടൊപ്പമുള്ള, ഈശോയുടെ കൂടെയുള്ള ഉദ്ധാന ജീവിതത്തിൽ പങ്കുവരുവാനായിട്ട് ഈ ലോകത്തിലുണ്ടാകുന്ന കഷ്ടതകളെ വെറും താൽക്കാലികമായ കഷ്ടതകളായിട്ട് പരിഗണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ആരും നമുക്ക് ശത്രുക്കളെന്ന്, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട്, എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് ക്രിസ്തു ചേർത്ത് പിടിച്ചതുപോലെ ക്രിസ്തുവിനെ ബന്ധിക്കുവാനായിട്ട് കടന്നു വന്നവരോട് ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പോലെ നമ്മൾ ഇന്ന് ആരെയാണോ, ഏത് പ്രത്യയ ശാസ്ത്രത്തെയാണോ, ഏത് രാഷ്ട്രീയ അല്ലെങ്കിൽ ഏത് വ്യക്തിയെയാണോ, ഏത് സമുദായത്തെയാണോ നമ്മൾ ഭയപ്പെടുന്നത്, അവരെയെല്ലാം ക്രിസ്തുവിനെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെയാണെന്ന് പറയുവാനായിട്ട്, തന്നെ ബന്ധിക്കുവാനായിട്ട് വന്നവന്റെ ചെവി മുറിച്ചു കളഞ്ഞ ശിഷ്യനോട് നിന്റെ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബന്ധിക്കാൻ വന്നവന്റെ ചെവി സുഖപ്പെടുത്തുന്നത് പോലെ, തന്റെ ഹൃദയം കുത്തിമുറിവെച്ചവന് കാഴ്ച നൽകിക്കൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്നത് പോലെ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ, ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് പിന്നെ ശത്രുക്കളിൽ എല്ലാവരും മിത്രങ്ങളാണ്. എല്ലാവരും നമ്മുടെ നമ്മുടെ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഉദ്ധാനത്തിൽ നമുക്ക് ശക്തിയുക്തം ധൈര്യത്തോടെ യേശുവിന്റെ വചനത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം. ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് എൻ്റെ ബലം, എൻ്റെ രക്ഷ, എൻ്റെ വിശ്വാസം, എൻ്റെ ശക്തി എന്ന് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശ്വാസപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വെള്ളിയാഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ഉദ്ധാനത്തിനായിട്ട്, ഈശോയുടെ ഉദ്ധാനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ ഒരു വിശ്വാസത്തിന്റെ ആഴം നമ്മൾ വീണ്ടും വീണ്ടും ആഴപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ ഹോളി വീക്കിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹോളി വീക്ക്, നല്ലൊരു ഉദ്ധാന തിരുനാള് എല്ലാവർക്കും ഒരു ജീവിതത്തില് ഒരു വഴിത്തിരിവാകട്ടെ എന്ന്, അല്ലെങ്കിൽ വലിയൊരു മൂല്യമുള്ളതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുകയാണ്. ആമേൻ.
മറ്റൊരു ആശീർവാദം കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യവും നമ്മളെല്ലാവരോടും കൂടെ, ലോകം മുഴുവനും കൂടെ, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളായ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. താങ്ക് യു ലിജു അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഒരു സമയം ലിജു അച്ഛനെ, പ്രത്യേകിച്ച് റമേജസ് പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ യാത്രയിലും വഴികളിലും ഒക്കെ ആയതുകൊണ്ടാണ് പിതാവിന് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്, അല്ലെങ്കിൽ കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. പിതാവിനെയും രൂപത മുഴുവനെയും ഒപ്പം പിതാവിനെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാൻ റമേജസ് പിതാവിനെ വലിയ ദൈവിക കൃപ ഒഴുകിച്ചെല്ലാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ കഴിഞ്ഞു പോയ 40 ദിവസങ്ങൾ, 39 കഴിയുന്ന 40ാമത്തെ ദിവസമാണല്ലോ. 40 ദിവസം നമ്മളോട് വചനം പങ്കുവെച്ച എല്ലാവരെയും ഓർക്കാം. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഓണാക്കി നമ്മൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമ്മളോട് വചനം പങ്കുവെച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഇനിയും കൂടുതൽ വചനത്തിന്റെ വലിയ ശക്തരായ സാക്ഷികളെ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ സമയം പരിശുദ്ധ സഭയെ ഞങ്ങൾ ഓർക്കുന്നു, പരിശുദ്ധ പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു, പിതാവിന്റെ നിയോഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വലിയ ആഴ്ച ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഴ്ച വലിയ അനുഗ്രഹം ഞങ്ങളുടെ സഭയുടെ മേൽ അങ്ങ് ചൊരിയണമേ. സുവിശേഷത്തിന്റെ വലിയ തീഷ്ണത കൊണ്ട് നിറയ്ക്കണമേ. ഉദ്ധാനത്തിന്റെ വലിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിന്റെ വലിയ കൃപയാൽ ഞങ്ങളുടെ സഭയെ നിറയ്ക്കണമേ. പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, സന്യസ്തർ, മാമോദീസയിലൂടെ സഭയിൽ അംഗമായ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ ഉദ്ധാനത്തിന്റെ വലിയ സാക്ഷികളാകാനുള്ള കൃപാവരം നൽകി വലിയ പ്രേക്ഷിതരായി, വലിയ മിഷണറിമാരായി അവിടെ നിന്ന് അയച്ചിരിക്കുന്നു എന്ന വലിയ അവബോധത്തിൽ വളരാനായിട്ട് സഹായിക്കണമേ. കർത്താവെ, മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും അവർ ഏത് ജോലി ചെയ്യുന്നവരോ ജീവിതാന്തസ്സുള്ളവരോ ആകട്ടെ, അവരെല്ലാവരും ഉദ്ധാനത്തിന്റെ സാക്ഷികളാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കേണ്ടവരാണ്. എല്ലാ സഭയുടെ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും എല്ലാം ഉദ്ധിതനായ യേശുവിനെ പങ്കുവെക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കണമെന്ന് സഭയുടെ വലിയ പ്രബോധനത്തെ ആ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വളർത്താൻ എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് സഭ മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ, പ്രത്യേകമായി ഈ സമയം ഹോളി ഹോം മിനിസ്ട്രിയെ ഓർക്കുന്നു, ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രക്ഷാധികാരികളായ റമേജസ് പിതാവിനെയും അലക്സ് വടക്കുനില പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സമർപ്പിതരെയും ഈ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓൺലൈനായിട്ട് നടക്കുന്ന പ്രോഗ്രാമിന്, പ്രോഗ്രാമിന് 2 പ്രോഗ്രാമിന്റെയും അതിന്റെ മെന്റേഴ്സും ലീഡേഴ്സുമായിട്ടുള്ളവരെ ഞങ്ങളുടെ കഴിഞ്ഞുപോയ 40 ദിവസം ഇതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ഓരോരുത്തരെയും കർത്താവെ, ഞങ്ങളുടെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളെ പ്രത്യേകിച്ച് പട്ടുവത്തെ ധ്യാനം ഇന്നും കഴിഞ്ഞു. അത് അവിടുന്ന് വലിയ അനുഗ്രഹവും കൃപയുമാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. നാളെ മുതൽ വെള്ളിക്കൽ ഇടവകയിൽ നടക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മെയ് മാസം ലാസ്റ്റ് നടക്കുന്ന പ്രോഗ്രാമിനെ സമർപ്പിക്കുന്നു. മിഷൻ യാത്രയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ രോഗികളായിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റോബിന്റെ അപ്പച്ചനെയും റെക്സന്റെ അപ്പച്ചനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരുടെ മേൽ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് കൂടുതൽ അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അറിവ് കൊണ്ടൊക്കെ ഈ ഒരു കൂട്ടായ്മയെ ഇന്നോളം സഹായിച്ചിട്ടുള്ള അതിന് സഹായിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും നമുക്ക് തേടാം. പ്രത്യേകിച്ച് 40 ദിവസവും ഈ ഒരു കുറച്ച് സമയമുള്ളെങ്കിലും ഒരു ധ്യാനാത്മകമായ ചിന്തയിലൂടെ നമ്മെ തന്നെ ഒരുക്കാനായിട്ട് അവരുടെ വലിയ മാധ്യസ്ഥം ഉണ്ടായിരുന്നു. നമുക്ക് നന്ദി പറയാം. ഇവിടെ കൊച്ചു പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ വേഗണമേ.
കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാട്ടുപാടി നന്ദി പറയുന്നതിന് മുമ്പ് നന്ദിയുടെ ഒരു വാക്ക്. കഴിഞ്ഞുപോയ 40 ദിവസങ്ങൾ എല്ലാ ദിവസവും രാത്രി 9:30 മുതൽ 9:20 മുതൽ 10 മണി വരെ നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമെടുത്തു. അലക്സ് വടക്കന്തല പിതാവ് മുതൽ ഇന്ന് റെമിജിയസ് പിതാവായിരുന്നു വരേണ്ടത്. ഇന്ന് ലിജു അച്ഛൻ ഉണ്ടായിരുന്നു. വരെ 40 വ്യത്യസ്തരായ ആളുകൾ, 39 പേർ. ലിജു അച്ഛൻ 2 ദിവസം നമ്മളോട് വചനം പ്രഘോഷിച്ചു. 3 പേർ വചനം നമ്മളോട് പങ്കുവച്ചു. നമ്മളെല്ലാം ഈ ദിവസങ്ങളിലൂടെ വചനത്തിലൂടെ കടന്നുപോയി. അനേകരെ ഈ വചനം കേട്ടിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വചനം പ്രഘോഷിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വചനം ശ്രവിക്കാൻ ദൈവം കൃപ തന്ന നമുക്ക് നന്ദി പറയാം. കൂടുതൽ കൃപയിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്, ഈ മിനിസ്ട്രിയെ കൂട്ടുപിടിച്ചതിന് കർത്താവിന് നമ്മൾ നന്ദി പറയുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, നിരവധിയായ കാര്യങ്ങൾ കൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമുക്ക് അവരെല്ലാം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാതാവിന്റെ വില ഹൃദയത്തിൽ എല്ലാവരെയും നന്ദിയോടെ ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞ് അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എല്ലാവർക്കും വലിയ ആഴ്ചയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഉദ്ധിതനായ ഈശോയുടെ വലിയ കൃപാവരം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈസ്റ്റർ തിരുനാളിന്റെ മംഗളങ്ങൾ നേരത്തെ ആശംസിക്കുന്നു. താങ്ക് യു. ശംശയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.